ഹലോ ഗൈസ്, ഞാൻ ഹബീബ്. ഞാൻ ബാദുഷ. വെൽക്കം ടു HB Reacts. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എല്ലാവരും കാത്തിരിപ്പായ എമ്പുരാനിലെ ഒരു ലിറിക്കൽ സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. പേരുന്ന ഫിർസിന്ദ. പേര് കേട്ടിട്ടൊരു ഹിന്ദി സോങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് റിയാക്ഷൻ ചെയ്യാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. उबलता है जो एक रुका रुका सा लावा है वो, सालों से जो कैदी था फूट के जो निकलेगा सीने से जो तब हो जाओ फिर जिंदा। सारे हैं मेरे वो पीछे खड़ा फिर जिंदा। ഒരു നല്ലൊരു അല്ലേ ഹിന്ദി സോങ് ആണ്. പക്ഷെ അതൊരു KGF ഒരു വൈബ് കേൾക്കുമ്പോൾ ഒരുപാട്, അതായത് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സോ ഓർക്കസ്ട്രയൊക്കെ വെച്ച് ചെയ്ത വലിയ സെറ്റപ്പ് ചെയ്തൊരു മ്യൂസിക് പോലെ. ദീപക് ദേവ് വേറെ ലെവൽ അല്ലേ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സംഭവം. ദീപക് ദേവ് ഒരു അണ്ടർ റേറ്റഡ് മ്യൂസിക് ഡയറക്ടർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് പേര് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പൃഥ്വിരാജിന് ശരിക്കും അറിയാം ദീപക് ദേവിൻ്റെ സംഭവം എങ്ങനെയാന്നൊക്കെ ഉള്ള പുള്ളിയുടെ ലെവൽ എന്തോരം എന്നൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ദീപക് ദേവിനെ ലൂസിഫറിലും ഇതിലൊക്കെ തന്നെ പുള്ളി കാസ്റ്റ് ചെയ്തത് മ്യൂസിക്കിൽ. അതായത്
ഇപ്പോൾ മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ പുള്ളിക്ക് മനസ്സിലായതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടായിരുന്നു. വേറെ സിനിമകളിലും ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ഉറുമി ചെയ്തിട്ടുണ്ട്, പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത പടം കൂട്ടിയല്ല. അപ്പോൾ അതിലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലൂസിഫറിൽ ദീപക് ദേവിനെ തന്നെ വേണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കറിയാം പുള്ളിയുടെ കാലിബർ എന്തോരം ഉണ്ടെന്ന്. അപ്പോൾ ആ രീതിക്ക് പിന്നെ പുള്ളിയുടെ ഏറ്റവും വലിയ കളികളൊക്കെ ഇതിൽ എമ്പുരാനിൽ അറിയാൻ പറ്റും. പുള്ളിയുടെ മ്യൂസിക്കിൻ്റെ സംഭവങ്ങൾ വലിയ സെറ്റപ്പായിട്ട് ചെയ്ത് ചെയ്യണമെന്ന് പറയും. അത് പ്രത്യേകത എടുത്ത് പറയണ്ടായിരുന്നു ഇൻ്റർവ്യൂസിലൊക്കെ. എന്തായാലും ഇപ്പോൾ പടം ഇറങ്ങും പറയാം. പടത്തിനാണ് ഹെവി ബുക്കിങ്ങുമാണ്. ലിയോയുടെ റെക്കോർഡ് വെട്ടിച്ച് 12 കോടി ആണല്ലോ. അപ്പോൾ ഏകദേശം 12 കോടി പ്രീസെയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ലിയോയുടെ റെക്കോർഡ് വെച്ച് പിന്നെ വേൾഡ് വൈഡ് എന്തോ 60-65 കോടി പ്ലസ് ആയിട്ടുണ്ട്. അങ്ങനെ വരെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് 40-50 ആ റേഞ്ചൊക്കെ അടിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും പുതിയ പുതിയ റെക്കോർഡുകളാണ് മലയാളത്തിന് തന്നെ. ഇപ്പോൾ ബാക്കിയൊക്കെ കണ്ടറിയാം. പടം ഇറങ്ങുമ്പോൾ 27-ന് റിലീസാണ്. അപ്പോൾ എന്തായാലും നോക്കാം. അല്ലേ, നാളെ അല്ല, മറ്റന്നാൾ. അപ്പോൾ എന്തായാലും നോക്കാം. വീഡിയോ അതിൻ്റെ നമുക്ക് അടുത്ത വീഡിയോ കാണാം.